എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 7 ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഭഗവാൻ ത്രിഗുണാത്മകമായ, അതായത് സത്വ രജ തമോ ഗുണങ്ങൾ കൂടിച്ചേർന്ന് ഏറ്റവും സ്ഥൂലമായ ആ വിരാട് സ്വരൂപ രൂപം സ്വീകരിച്ചതിന് ശേഷം, അത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു, ഭഗവാൻ ആ വിരാട് സ്വരൂപ രൂപം സ്വീകരിച്ചത്. അതിനുശേഷം സത്വഗുണം രജോ ഗുണം ഇവ രണ്ടും മാത്രമുള്ള സൂക്ഷ്മമായ ബ്രഹ്മാവിന്റെ സ്വരൂപം സ്വീകരിച്ചു. അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ, ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നടന്ന സൃഷ്ടിയാണ്. അതായത് മഹത്തത്വം, അഹങ്കാരതത്വം തന്നെ മൂന്നായി പിരിഞ്ഞ് അതിൽ താമസിക അഹങ്കാരത്തിൽ നിന്ന് ശബ്ദവും പഞ്ചഭൂതങ്ങളും അവയ്ക്കുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഇവയെല്ലാം ഒരുമിച്ച് കൂടി ചേർന്ന് ഒരു സ്വർണ്ണ അണ്ഡമായി കാരണജലത്തിൽ 1000 വർഷം മുങ്ങിക്കിടന്ന് അവസാനം അതവിടെ പിളർന്ന് ആദിനാരായണ മൂർത്തിയായി 14 ലോകങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള വിരാട് സ്വരൂപ രൂപം ഉണ്ടായി. ഇതുവരെയാണ് നമ്മൾ കണ്ടത്. ഇത്രയും സൃഷ്ടി പ്രകൃതിയിൽ നിന്നും നേരിട്ട് സംഭവിച്ചതാണ്. എന്നാൽ ഇനി ആ ഭഗവാൻ തന്നെ സ്വന്തം ഇച്ഛയാൽ ബ്രഹ്മാവിന്റെ രൂപം സ്വീകരിച്ചിട്ട് ബ്രഹ്മാവിലൂടെ നടത്തുന്ന സൃഷ്ടി എന്താണ് എന്നാണ് ഇനി നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വരെയുള്ള ഭാഗം ഇത്രയും വരെയുള്ള സൃഷ്ടി പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നടന്നതും ഇനി ബ്രഹ്മാവിലൂടെ നടക്കുന്ന സൃഷ്ടികർമ്മം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ശ്ലോകം 1. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ ഭൂത്സ്ഫീതരജോ വികാര വികസൻ നാനാസിസൃക്ഷാരസാ. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാതഃ പുനഃ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ജാതഃ അസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം യഹ അഭൂത് സ്ഫീതരജോ വികാര വികസൻ നാനാ സിസൃക്ഷാ രസഃ. അർത്ഥം: ഹേ ദേവ, അല്ലയോ ഭഗവാനെ, ഏവം ഇപ്രകാരം ചതുർദശാത്മക ജഗത് രൂപേണ ജാതഃ ത്വം, ചതുർദശാത്മകം ഇപ്രകാരം 14 ലോകങ്ങളുടെ രൂപത്തിൽ, ജഗത് രൂപേണ രൂപത്തിലുള്ള ജാതഃ പ്രത്യക്ഷപ്പെട്ട ത്വം അങ്ങ്, പുനഃ പിന്നീട്, സ്വയം അങ്ങയുടെ സ്വന്തം ഇച്ഛയാൽ, തസ്യ ആ വിരാട് സ്വരൂപന്റെ ഊർധ്വം മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഊർധ്വം ഖലു മുകളിലായി സ്ഥിതി ചെയ്യുന്ന സത്യലോക നിലയെ സത്യലോക സ്ഥാനത്ത് ധാതാ ജാത അസി ബ്രഹ്മാവായി, സാക്ഷാൽ സൃഷ്ടികർത്താവായി പ്രത്യക്ഷപ്പെട്ടു. യം അഖില ത്രൈലോക്യ ജീവാത്മകം, ആ ബ്രഹ്മാവിനെ അഖില ത്രൈലോക്യ ജീവാത്മകം ഈ 3 ലോകത്തെയും ഉൾക്കൊണ്ട വിരാട് പുരുഷന്റെ ജീവാത്മാവായിട്ടുള്ള ഹിരണ്യഗർഭം ശംസന്തി, ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ആ ബ്രഹ്മാവിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. യഹ ആ ബ്രഹ്മദേവൻ, സ്ഫീത രജോ വികാര വികസൻ ആ ബ്രഹ്മദേവന്റെ ഉള്ളിൽ രജോ ഗുണം വർദ്ധിച്ചു വന്നപ്പോൾ, നാനാ സിസൃക്ഷാരസ പലതരം സൃഷ്ടികർമ്മം നടത്താനുള്ള ആഗ്രഹമുള്ളവനായി അഭൂത് ഭവിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത്, അല്ലയോ ഭഗവാനെ, അങ്ങ് ആദ്യം 14 ലോകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന വിരാട് സ്വരൂപ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ഏറ്റവും വലിയ സ്ഥൂല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അങ്ങ് തന്നെ, ആ പരമാത്മാവ് തന്നെ ഇച്ഛിച്ചപ്പോൾ, അങ്ങയുടെ ആ വിരാട് പുരുഷ രൂപത്തിന്റെ ശിരസായിരിക്കുന്ന സത്യലോക സ്ഥാനത്ത് അങ്ങ് സ്വയം ബ്രഹ്മാവായിട്ട് സൃഷ്ടികർമ്മം നടത്താനായി, സൃഷ്ടികർത്താവായി പ്രത്യക്ഷപ്പെട്ടു. ആ ബ്രഹ്മദേവനെ ഈ 3 ലോകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന
വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് പറയപ്പെടുന്നു. ആ ബ്രഹ്മദേവന്റെ ഉള്ളിൽ സത്വഗുണവും രജോ ഗുണവുമാണ് ഇരിക്കുന്നത്. അതിൽ സത്വഗുണം കൂടിയിരിക്കുമ്പോൾ എല്ലാവരിലും ജ്ഞാനമാണ് തെളിയുക. രജോ ഗുണം കൂടിയിരിക്കുമ്പോൾ കർമ്മം ചെയ്യാനുള്ള വാസനയാണ് കൂടുക. തമോ ഗുണം കൂടുമ്പോൾ അജ്ഞാനം, അറിവില്ലായ്മയാണ് കൂടി വരിക. അപ്പോ ബ്രഹ്മാവിന്റെ ഉള്ളിൽ സത്വഗുണവും രജോ ഗുണവുമാണ്. അപ്പോ ബ്രഹ്മാവ് ഉണ്ടാകിയ സമയത്ത് സത്വഗുണം കൂടി നിൽക്കുകയും പിന്നീട് രജോ ഗുണം കൂടിയപ്പോൾ ബ്രഹ്മദേവന്റെ ഉള്ളിൽ തന്നെ ഞാൻ ആ ഭഗവാനിൽ നിന്നും വേറിട്ട ആരോ ആണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന ആ സമയം സൃഷ്ടികർമ്മം ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം, എന്തൊക്കെയോ സൃഷ്ടി ചെയ്യണമെന്നൊരു ആഗ്രഹം ആ ബ്രഹ്മദേവന്റെ ഉള്ളിൽ ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ആ സത്വരജ തമോ ഗുണങ്ങളുടെ തോതിലുള്ള വ്യതിയാനത്താലാണ് ആ മനസ്സിൽ ഇളക്കം തട്ടുന്നത്. മനസ്സിലെ കർമ്മം ചെയ്യണം, സൃഷ്ടിക്കണം എന്നൊക്കെയുള്ള തോന്നല് ഉണ്ടായത്. അപ്പൊ രജോ ഗുണം കൂടിയപ്പോൾ കർമ്മം ചെയ്യാനുള്ള വാസന അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായി. അപ്പൊ അതുപോലും ആ ഭഗവാനാലാണ് നടത്തപ്പെടുന്നത് എന്നർത്ഥം. നമ്മുടെ ഓരോ മനസ്സിലെ ചിന്തകൾ പോലും, ആ മനസ്സിന്റെ ഇളക്കം പോലും, ഓരോ തോന്നലുകൾ പോലും ഭഗവാനാലാണ് നടത്തപ്പെടുന്നത് എന്നർത്ഥം. അപ്പൊ ബ്രഹ്മാവിലൂടെ സൃഷ്ടികർമ്മം നടത്താനാണ് ഇനി ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിന്റെ ഉള്ളിൽ രജോ ഗുണത്തിന്റെ അളവ് കൂട്ടുകയും സൃഷ്ടി കർമ്മം ചെയ്യാനുള്ള വാസനയെ ഉണർത്തുകയും അങ്ങനെ ചെയ്തു. ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്തഹൃദയം സംപശ്യമാന സ്വയം ബോധം ഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാ താവത്വം ജഗതാം പദേ തപതപേ ഇത്യേവം ഹി വൈഹായസി വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവൻ സ്തവ പ്രേരണ. സഹ അയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലഃ തസ്തിവാൻ താവത് ത്വം ജഗതാം പദേ തപതപേ ഇതി ഏവം ഹി വൈഹായസീം വാണീം ഏനം ആശിശ്രവഃ ശ്രുതിസുഖാം കുർവൻ തപഃ പ്രേരണ. അതായത് സൃഷ്ടികർമ്മം ചെയ്യാനുള്ള ശക്തി കൈവരിക്കുന്നതിന് തപസ് ചെയ്യണമെന്ന് ഭഗവാൻ ബ്രഹ്മാവിന് പ്രേരണ നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അർത്ഥം, സഹ അയം, ആ ബ്രഹ്മാവ്, വിശ്വവിസർഗദത്ത ഹൃദയ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനുള്ള ആ കർമ്മം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് സ്വയം സംപശ്യമാന വിശ്വവിഷയം, സ്വയം അദ്ദേഹം ബ്രഹ്മദേവൻ ആ വിശ്വവിഷയം പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് കിട്ടാനായിട്ട് ചിന്തിച്ചു, ധ്യാനിച്ചു നോക്കിയെങ്കിലും ബോധം ഗലു അനവാപ്യ, അതായത് ആ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള അറിവ്, ആ പ്രപഞ്ച രൂപത്തെ സൃഷ്ടിക്കാൻ പോകുന്ന പ്രപഞ്ച രൂപത്തെ കുറിച്ചുള്ള അറിവ്, ആ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് സ്വയം ചിന്തിച്ചു. അതാണ് ബോധം. സ്വയം ബോധം കൊണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു എങ്കിലും ബ്രഹ്മദേവന് അതിനെ ചിന്താകുല തസ്തിവാൻ ഖലു അനവാപ്യ, അതിനെക്കുറിച്ച് ഒന്നും ഒരറിവും അദ്ദേഹത്തിന് ലഭിക്കാഞ്ഞിട്ട് ചിന്താകുല തസ്തിവാൻ, അദ്ദേഹം ദുഃഖിച്ച് ചിന്താകുലനായി ഇരുന്നു എന്ന്. അപ്പൊ ആ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്താനുള്ള ആഗ്രഹത്താൽ അദ്ദേഹം സ്വന്തം ബുദ്ധിയാൽ ആ പ്രപഞ്ചത്തിന്റെ രൂപം എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചു നോക്കിയെങ്കിലും അദ്ദേഹത്തിന് മനസ്സിൽ അത് തെളിയാഞ്ഞിട്ട്, ആ ബോധം തെളിയാഞ്ഞിട്ട് ദുഃഖിച്ച് ചിന്തയിലാണ്ടിരുന്നു. ഹേ ജഗദാംബദേ താവതത്വം, അലയോ ലോകനാഥ, അപ്പോൾ അങ്ങ് സ്വയം തപപ്രേരണാം കുറുവൻ, അതായത് തപസ് ചെയ്യാൻ പ്രേരണ നൽകിക്കൊണ്ട്, ബ്രഹ്മാവിനെ തപസ് ചെയ്യാനുള്ള പ്രേരണ നൽകിക്കൊണ്ട് തപ ഇതി ഏവം, തപസ് ചെയ്യൂ എന്നിങ്ങനെ ശ്രുതി സുഖാം, കാതുകൾക്ക് ഇമ്പമാർന്ന രീതിയിൽ വൈഹായസീം വാണിയും, ഒരു അശരീരി വാക്കു പോലെയുള്ള ഒരു ശബ്ദം ഏനം അശിശ്രവ, ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു എന്ന്. അതായത് ഇവിടെ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും, അങ്ങനെ സ്ഥാവരവും ജംഗമവുമായ എല്ലാ ജംഗമങ്ങളുമായിട്ടുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മാവിന് ആഗ്രഹമുണ്ട്.
പക്ഷെ എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം എന്നൊന്നും എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ചോദിക്കാൻ അവിടെയൊന്നും ആരെയും കാണുന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രഹ്മാവ് ചിന്താമഗ്നനായി ഇരുന്നു. അപ്പോഴാണ് തപസ്സു ചെയ്യൂ എന്ന് ഒരു അശരീരി വാക്ക് അദ്ദേഹം കേട്ടത്. തപസ് ചെയ്യാൻ പ്രേരണ നൽകിക്കൊണ്ട് ഭഗവാൻ കേൾപ്പിച്ചതായിരുന്നു ആ വാക്ക്. ആ പ്രാകൃത പ്രളയമൊക്കെ കഴിഞ്ഞ് ഇവയെല്ലാം കഴിഞ്ഞ് ആദ്യം വരുന്ന ബ്രഹ്മകൽപ്പത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടതെന്നറിയാതെ അങ്ങനെ ചിന്തയിലാണ്ട ആ ബ്രഹ്മാവിനെയാണ് ഇവിടെ നാം കാണുന്നത്. ആ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന കൽപ്പത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഈ പ്രളയം സംഭവിക്കുന്നതിന് മുൻപുള്ള കൽപ്പത്തിൽ, കൽപ്പം എന്നാൽ 1000 ചതുർയുഗം, ആ 1000 ചതുർയുഗങ്ങളിൽ എന്ന് വെച്ചാൽ, ചതുർയുഗം എന്നാൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളും ചേർന്നത് ഒരു ചതുർയുഗം. ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ വരുന്നതാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അപ്പൊ ആ മുന്നത്തെ കൽപ്പത്തിൽ എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാവണം. എന്നിട്ട് അതുപോലെ തന്നെ വേണം സൃഷ്ടിക്കാൻ. എന്നാൽ അതൊക്കെ ഇപ്പോഴും സൃഷ്ടിക്കണം. പക്ഷെ അതിന് തപസ്സുകൊണ്ടേ പൂർവ്വകൽപ്പത്തിലെ പ്രപഞ്ചത്തിന്റെ രൂപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവുകയുള്ളൂ എന്ന് ആ അശരീരി വാക്കിലൂടെ ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത്. അതായത് മുന്നത്തെ കൽപ്പത്തിലെ സ്മരണ വരണമെങ്കിൽ തപസ് ചെയ്യണം, മനസ്സ് ഏകാഗ്രമാവണം, ചിന്തകളില്ലാതെ മനസ്സടങ്ങണം, മനസ്സ് ഏകാഗ്രമാവണം. അതിന് തപസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ മുന്നത്തെ കൽപ്പത്തിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന ആ ബോധം മനസ്സിൽ തെളിയുകയുള്ളൂ എന്ന് ഭഗവാൻ ആ അശരീരി വാക്കിലൂടെ ബ്രഹ്മാവിനെ അറിയിച്ചു. അതുകൊണ്ടാണ് തപസ്സു ചെയ്യൂ എന്ന അശരീരിയിലൂടെ ബ്രഹ്മാവിനെ അറിയിച്ചത്. ശ്ലോകം 3. പോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുപശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതാ തസ്മൈ ദർശിതവാനസി സുനിലയം വൈകുണ്ഠമേകാത്ഭുതം. കഹ അസൗ മാം അവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ കിം അപി അനീക്ഷിതവതാ വാക്യാർത്ഥം ഉത്പശ്യത ദിവ്യം വർഷസഹസ്രം ആത്മതപസാ തേന ത്വം ആരാധിത തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം. അതായത് ആ ബ്രഹ്മാവ് ആ അശരീരി തപസ് ചെയ്യൂ എന്ന അശരീരി കേട്ടതിന് ശേഷം എന്തു ചെയ്തു? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കഹ അസൗ, ഏതൊരാളാണ്, അതായത് ആ ബ്രഹ്മാവിനെയാണ് പറയുന്നത്. പുമാൻ, ഏതൊരാളാണ്, കഹ അസൗ പുമാൻ, ഏതൊരാളാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, മാം അവദത് ഇതി, എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന്, മാം അവദത് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇതി എന്ന്, ജലാപൂർണേ ജഗന്മണ്ഡലേ വെള്ളം നിറഞ്ഞ ആ ലോകങ്ങൾക്കകത്ത് വെച്ച് ദിക്ഷു ഉദീക്ഷ്യ എല്ലാ ദിക്കിലേക്കും നോക്കിയിട്ട് കിമപി അനീക്ഷിതവത ബ്രഹ്മദേവന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന്. അതായത് തപസ് ചെയ്യൂ എന്ന് അശരീരി കേട്ടു. പക്ഷെ ആരാണ് എന്നോട് ഇത് പറയുന്നത് എന്നറിയാൻ ബ്രഹ്മദേവൻ ആ വെള്ളം നിറഞ്ഞ ലോകത്ത് ചുറ്റുപാട് നോക്കിയിട്ടും ഒന്നും ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം പ്രാകൃത പ്രളയത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ ആദ്യം ജലം സൃഷ്ടിച്ച് അതിലാണ് ബ്രഹ്മാണ്ഡ രൂപനായ വിരാട് പുരുഷനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ 5-ാം ദശകത്തിൽ പറഞ്ഞു വെച്ചു. ആ വിരാട് പുരുഷന്റെ ശിരസ്ഥാനത്താണ് ബ്രഹ്മാവ് ജനിച്ചത്. ആ സത്യലോകവും അവിടെയാണ് ബ്രഹ്മാവ് ജനിച്ചത്. അപ്പോൾ ബ്രഹ്മാവിന് ചുറ്റും നോക്കുമ്പോൾ വെള്ളമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. അതാണ് ലോകം മുഴുവൻ ജലപൂർണമാണെന്നും 4 ചുറ്റും നോക്കിയിട്ടും ഒന്നും കണ്ടില്ലെന്നും ബ്രഹ്മദേവൻ പറയാൻ കാരണം. അങ്ങനെ ഒന്നും കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥം ഉത്പശ്യത, ആ തപസ് ചെയ്യൂ എന്ന അശരീരി കേട്ട ആ വാക്കിന്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞിട്ട് ദിവ്യം വർഷസഹസ്രം 1000 ദിവ്യ സംവത്സരം കാലം ആത്മതപസാ തേന ബ്രഹ്മദേവൻ തപസ്സു ചെയ്തു. ആരാധിത ത്വം, അങ്ങനെ ഭഗവാനെ അങ്ങയെ ആരാധിത എന്ന് വെച്ചാൽ ധ്യാനിച്ചു.
അപ്പോൾ സ്വനിലയം ഏകാത്ഭുതം, ആ ഭഗവാൻ താൻ സ്വയം വാണരുളുന്ന ആ അത്യത്ഭുതകരമായ വൈകുണ്ഠം, ആ വൈകുണ്ഠ ലോകം തസ്മൈ ദർശിതവാൻ അസി, ആ ബ്രഹ്മദേവനെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ഏറ്റവും വലിയ മഹത്വം അതാണ്. തപ തപ എന്ന അശരീരി കേട്ടപ്പോൾ ആദ്യം അദ്ദേഹം എല്ലാവരെയും പോലെ തന്നെ ചുറ്റും ഒന്ന് നോക്കി, ആരാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് അറിയാൻ ചുറ്റും നോക്കിയപ്പോൾ ജലമല്ലാതെ വെള്ളമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോ ആ കേട്ട ശബ്ദം, ആ വാക്കിന്റെ അർത്ഥം തപസ് ചെയ്യൂ എന്നാണ് എന്ന് ചിന്തിച്ചു മനസ്സിലാക്കിയിട്ട് തന്നോട് ആരാണിത് പറഞ്ഞത്, എന്തിനാണിത് പറയുന്നത്, ഇത് ഞാൻ ചെയ്താൽ, ഈ തപസ് ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നൊന്നും ചിന്തിക്കാതെ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്താൽ, ഈ കർമ്മം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇങ്ങനെയാണ് മനുഷ്യർ സാധാരണ ചിന്തിക്കുന്നത്. അപ്പൊ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരാണ് മനുഷ്യർ സാധാരണ. അപ്പൊ ബ്രഹ്മദേവൻ ഇവിടെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ അത് ചെയ്താൽ തനിക്ക് എന്ത് കിട്ടും, ആരാണിത് പറഞ്ഞത്, എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് എന്നൊന്നും ചിന്തിക്കാതെ ആ വാക്ക് അതേപടി അദ്ദേഹം അനുസരിച്ചു. അങ്ങനെ 1000 ദിവ്യസംവത്സരം അദ്ദേഹം തപസ് ചെയ്തു ബ്രഹ്മാവ്. ആ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ സ്വയം വാണരുളുന്ന ആ അത്യത്ഭുതകരമായ വൈകുണ്ഠ ലോകം, വൈകുണ്ഠ ലോകത്തിന്റെ പ്രത്യേകത കുണ്ഡമില്ലാത്ത ഇടം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ദുഃഖം, ആദിവ്യാധികള്, ദുഃഖം, വേദന, ഈഗോ, ഞാനെന്ന ഭാവം ഒന്നുമില്ലാത്ത ഇടമാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠ ലോകം ആ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു. ഭഗവാൻ ഇച്ഛിച്ചാൽ മാത്രമേ ഭഗവാന്റെ ലോകവും ഭഗവാനെയും ഒരു ഭക്തന് കാണാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ ഇച്ഛിക്കണമെങ്കിൽ നിഷ്കാമമായി കർമ്മം ചെയ്യുന്ന, ഭഗവതർപ്പണമായി കർമ്മം ചെയ്യുന്നവനായ ഒരു ഭക്തൻ മാറണമെന്ന ഒരു വലിയ തത്വം ഇവിടെ ബ്രഹ്മദേവൻ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ ആ കേട്ട ഭഗവാന്റെ വാക്കുകൾ അത് അതേപടി അനുസരിച്ച് അദ്ദേഹം മനസ്സേകാഗ്രമാക്കി തപസ് ചെയ്തപ്പോൾ ഭഗവാൻ അതിൽ സംപ്രീതനായി ആ വൈകുണ്ഠ ലോകം ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തു. ശ്ലോകം 4. മായായത്ര കഥാപിനോ വിഗുരുദേ ബാധേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദചരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. മായാ യത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യഃ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവഃ തു ദൂരം ഗതഃ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതിഃ പ്രകാശാത്മകേ തത് തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. അതായത് ഈ 4ഉം 5ഉം ശ്ലോകങ്ങളിലായിട്ട് ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠ ലോകത്തിന്റെ അത്യത്ഭുത തത്വം വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഹേ വിഭോ, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, ജഗദ്ഭ്യഃ ബഹി, ഈ ലോകങ്ങളുടെ എല്ലാം പുറത്ത്, ഭാതേ യത്ര, ഭാതേ എന്ന് വെച്ചാൽ പ്രകാശിക്കുക, വിളങ്ങുക, അങ്ങനെ പ്രകാശിക്കുന്ന ആ സ്ഥലത്ത്, അതായത് ആ വൈകുണ്ഠ ലോകത്തെ, ഈ സകല ലോകങ്ങളുടെയും പുറത്ത് പ്രകാശിക്കുന്ന, അതിനെയൊക്കെ മുകളിൽ പ്രകാശിക്കുന്ന ഈ വൈകുണ്ഠ ലോകം എന്ന സ്ഥലത്ത് മായാ കഥാപി, മായയ്ക്ക് ഒരിക്കലും നോ വികുരുതേ, ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല എന്ന്. അതായത് അവിടെ അഹങ്കാരാദികളായ മായാകാര്യങ്ങളോ ശോക ക്രോധാദികളായ മനോവികാരങ്ങളോ ഇല്ലാത്ത ഇടമാണ് വൈകുണ്ഠം എന്നർത്ഥം. അതാണ് അവിടെ പറയുന്നത്. മായയ്ക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല, മായയ്ക്ക് അവിടെ ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. ശോക ക്രോധ വിമോഹ സാധ്വ സമുഖ ഭാവാത്തു, ദുഃഖം, കോപം, മൗഢ്യം, ഭയം മുതലായ മനോഭാവങ്ങളാകട്ടെ ദൂരം ഗത, അവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന്. അതായത് വൈകുണ്ഠ ലോകത്തിൽ അവയെ ഇങ്ങനെയുള്ള വികാരങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല, കാണാൻ പോലും കഴിയില്ല എന്നർത്ഥം. അവിടെ പരമജ്യോതി പ്രകാശാത്മകേ, അതായത് സൂര്യനെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള അത്യധികമായ പ്രകാശം നിറഞ്ഞ ആ പ്രദേശത്ത്
എത്ര സാന്ദ്രാനന്ദ ചരീച്ച, ആ പരമാനന്ദ പ്രവാഹം, പരമമായ ജ്ഞാനത്തിന്റെ പ്രവാഹം, ആനന്ദ പ്രവാഹം മാത്രമാണുള്ളത്. വിഭാവിതം തത്, ആ ബ്രഹ്മാവിന് ബ്രഹ്മാവിന് ഭഗവാൻ കാട്ടിക്കൊടുത്ത ആ തത് വൈകുണ്ഠ രൂപം, ആ വൈകുണ്ഠ ലോകം, തേ ധാമ, ഭഗവാന്റെ തന്നെ വാസസ്ഥലമായ വൈകുണ്ഠ ലോകം വിജയതേ, എന്നും വിജയിച്ചരുളട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠ ലോകം, സകല ലോകങ്ങളുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന, പ്രകാശിച്ചു നിൽക്കുന്ന ആ വൈകുണ്ഠ ലോകത്ത് മായയ്ക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. അവിടെ ദുഃഖമോ കോപമോ മൗഢ്യമോ ഭയമോ അങ്ങനെയുള്ള ഒരു മനോവികാരങ്ങൾക്കും അഹങ്കാരം മുതലായ മായക്കാര്യങ്ങൾക്കോ ഒന്നും തന്നെ അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. അവിടെ മഹാസൂര്യനെ പോലും തോൽപ്പിക്കുന്ന പ്രകാശം നിറഞ്ഞ അവിടെ പരമാനന്ദ പ്രവാഹം മാത്രമാണുള്ളത്. അങ്ങനെയുള്ള ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠ ലോകം എന്നും, ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠ ലോകം എന്നും വിജയിച്ചരുളട്ടെ. ശ്ലോകം 5. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവതാതദ്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്ത തഥാ വിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാ സ്തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേ. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാത ദ്വിഷഃ നാനാഭൂഷണ രത്നദീപിത ദിശഃ രാജദ്വിമാനാലയഃ ഭക്തി പ്രാപ്ത തഥാ വിതോന്നത പദാ ദിവ്യന്തി ദിവ്യാജനഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. അർത്ഥം, അതായത് ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാത്രമേ വൈകുണ്ഠ ലോകത്തിൽ എത്തിപ്പെടുന്നുള്ളൂ. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ വൈകുണ്ഠത്തിന്റെ മഹത്വം, ആ തത്വം വർണ്ണിച്ചു. ഇവിടെ ആരൊക്കെയാണ് വൈകുണ്ഠത്തിൽ എത്തിപ്പെടുന്നത് എന്നാണ് പറയുന്നത്. യസ്മിൻ നാമ ചതുർഭുജ, ആ വൈകുണ്ഠ ലോകത്തിൽ ചതുർഭുജ 4 കൈകളും ഹരിമണി ശ്യാമാവതാതദ്വിഷ, അതായത് ഇന്ദ്രനീല രത്നം പോലെ തെളിഞ്ഞ നീല നിറത്തിലുള്ള രത്നത്തിന്റെ പ്രകാശം പരത്തുന്ന നാനാഭൂഷണ രത്നദീപിത ദിശ, പല വക ആഭരണങ്ങൾ അണിഞ്ഞ് രാജദ്വിമാനാലയ, മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ താമസിച്ചുകൊണ്ട്, അങ്ങനെ താമസിക്കുന്ന, അപ്പൊ 4 കൈകള് ഇന്ദ്രനീല രത്നം പോലെ തെളിഞ്ഞ നീല നിറത്തിലുള്ള രത്നം പതിപ്പിച്ച് പ്രകാശിക്കുന്ന പല വിധത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങുന്ന വിമാനത്തിൽ വസിച്ച് ഭക്തി പ്രാപ്ത തഥാ വിധോന്നത പദ, അതായത് ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യാജനാദീപ്യന്തി, ദിവ്യജനങ്ങളാണ് ഈ വൈകുണ്ഠത്തിൽ വിളയാടുന്നത്. നിരസ്ത സർവശമലം വൈകുണ്ഠ രൂപം, അങ്ങനെ നിരസ്ത സർവശമലം, ഒരുവിധ എല്ലാ വിധത്തിലുള്ള മാലിന്യം എല്ലാതും അകന്ന വൈകുണ്ഠം എന്ന ഭഗവാനെ അവിടത്തെ തത് ധാമ, അവിടത്തെ ആ ലോകം ജയേത്, എന്നും വിജയിച്ചരുളുമാറാകട്ടെ എന്ന്. അതായത് വൈകുണ്ഠ ലോകത്ത് വസിക്കുന്ന ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ളവർ ആരാണ്? അവരെ ഭഗവാനെ പോലെ ശംഖ ചക്ര ഗദാ പത്മങ്ങൾ ധരിച്ച 4 കൈകളും നീല നിറവും കിരീടവും കടകങ്ങളും അണിഞ്ഞ് രത്നഭൂഷണങ്ങളും മിന്നിത്തിളങ്ങുന്ന വിമാനഗ്രഹങ്ങളുള്ളവരും വിഷ്ണു സാരൂപ്യം പ്രാപിച്ചവരുമാണ് ആ വൈകുണ്ഠത്തിൽ വസിക്കുന്ന വൈകുണ്ഠവാസികളായിട്ടുള്ളവർ ഇവിടെ എന്നാണ് പറയുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ഈ ഭഗവാനെ, അതായത് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നിങ്ങനെ 4 സിദ്ധികളാണ് ഭക്തന്മാർക്ക് യഥാക്രമം ഭഗവാൻ അനുഗ്രഹമായിട്ട് കൊടുക്കുക. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഈ 4 സിദ്ധികൾ. ഇതിൽ ആദ്യം ഭഗവാന്റെ ആ ലോകത്തെത്തിപ്പെടുന്നതിനെയാണ് സാലോക്യം എന്ന് പറയുന്നത്. അതായത് വൈകുണ്ഠ ലോകത്ത് എത്തിപ്പെടുന്നതാണ് സാലോക്യം. ഏത് ഭക്തനാണോ വൈകുണ്ഠ പ്രാപ്തി നേടുന്നത് അവരാണ് സാലോക്യം നേടി എന്ന് പറയുന്നത്. പിന്നെ ഭഗവാന്റെ സമീപത്തെത്തിപ്പെടുന്നതാണ് സാമീപ്യം എന്ന് പറയുന്നത്.
ഇനി സാരൂപ്യം എന്നാൽ അതേ ഭഗവാനെ പോലെ ആയിത്തീരുന്നത്, ഭഗവാന്റെ രൂപത്തെ പോലെ ആയിത്തീരുന്നതാണ് സാരൂപ്യം എന്ന് പറയുന്നത്. ഒടുവിൽ ഭഗവാനിലേക്ക് ലയിക്കുന്നതിനെയാണ് സായുജ്യം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 3 സിദ്ധികളും കൈവന്നവരാണ് ഭഗവാന്റെ പാർഷദന്മാരായിട്ട്, അതായത് സാലോക്യം, സാമീപ്യം, സാരൂപ്യം. ഈ 3 സിദ്ധികളും കൈവന്നവരാണ് ഭഗവാന്റെ പാർഷദരായിട്ട് വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഭക്തര്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.